ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God's name be glorified. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ രണ്ട് സഹോദരന്മാര് ജലത്തിലെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. Today, two of our brothers are decided to take water baptism. കർത്താവായ യേശു ക്രിസ്തു താന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവസാനമായി പറഞ്ഞ ചില വാക്കുകൾ മത്തായി എഴുതിയ സുവിശേഷം 28:19-20 നമ്മൾ വായിക്കുന്നു. We read a few verses which Jesus told at the end of Matthew chapter 28. അവസാനമായിട്ട് പറയുന്ന വാക്കുകൾക്ക് എപ്പോഴും കൂടുതൽ ഒരു പ്രാധാന്യമുണ്ടല്ലോ. There is always importance for the verse which he says last. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, കൽപ്പനകളെല്ലാം അനുസരിക്കണം, ശിഷ്യരാകണം, അങ്ങനെ പല കാര്യങ്ങൾ താൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയി. In verse 19 he says, "Go therefore make disciples of all nations, baptizing them in the name of the Father and the Son and the Holy Spirit, teaching them to observe all the commandments." അതിനോട് ചേർന്ന് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവര് ജലസ്നാനം എന്ന കൽപ്പന അനുസരിക്കുകയാണ്. Our dear brothers are obeying the water baptism, obeying God in the water baptism. ഈ കൽപ്പന അനുസരിച്ചതോടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. Once you obey this, is everything over? നമ്മൾ അവിടെ വായിക്കുന്നത് ഈ സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെയും ഒട്ടേറെ കൽപ്പനകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുസരിക്കാനായിട്ടുണ്ട്. We read that after we are baptized, there is many other commandments we need to obey. നമുക്ക് എത്ര കൽപ്പനകളാ ഉള്ളത്? How many commandments do we have? പെട്ടെന്ന് സൺഡേ സ്കൂൾ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും 10 കൽപ്പനകളാ ഉള്ളത്. The Sunday school children may say 10 commandments. പക്ഷെ 10 കൽപ്പനകള് പഴയ ഉടമ്പടിയില് യഹൂദന് കൊടുത്തതാണ്. It is the 10 commandments which is given to the in Old Testament to the Jews. അത് നമുക്കും ബാധകമാണ്. That is relevant for us also. എന്നാൽ ആ കൽപ്പനകളെ കർത്താവ് പുതിയ ഉടമ്പടിയിൽ വന്നപ്പോൾ എടുത്ത കുറേയേറെ കൂടെ കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. But in New Covenant we see Jesus took those commandments and gave us more commandments also. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. We read that in Matthew chapter 5, 6, 7 in the Sermon of Mount. കർത്താവ് പഴയ നിയമത്തിൽ തന്ന 10 കൽപ്പനകള് ചിലതെടുത്ത് കുല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിച്ച് കൂടുതൽ കൽപ്പനകൾ നമുക്ക് തരും. We see that Jesus took these old commandments and then explain it more in the Matthew chapter 5, especially about murder. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് കൽപ്പനയുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്കും അതിൻ്റെ ആന്തരിക തലങ്ങളിലേക്കും കർത്താവ് ആ കൽപ്പനയെ വ്യാപിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. There he says you have a commandment that you should not commit adultery, but I say that, and then he explains in detail and explains the deeper meaning of that. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കേവലം സ്നാനത്തില് അല്ലെങ്കിൽ അവിടെ ഒതുങ്ങുകയല്ല, പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കാനായിട്ടുണ്ട്. What I am saying is it doesn't get over by water baptism. There are many other commandments we need to keep following. ദൈവകൽപ്പന പ്രമാണിക്കുന്നതിൽ നമുക്ക് ഒഴിവില്ല. We don't have any excuse not to obey God's commandments. അങ്ങനെയാണെങ്കിൽ ഈ കൽപ്പനകളെല്ലാം എങ്ങനെ അനുസരിക്കാൻ ഒക്കും? How can we obey all these commandments? എത്രയോ കൽപ്പനകളാണ്, 10 കൽപ്പനകൾ അല്ലെന്ന് പറഞ്ഞു, അതിൻ്റെക്കാൾ ഒട്ടേറെ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം എങ്ങനെ അനുസരിക്കാൻ ഒക്കും? There are a lot of commandments. How can we obey all of them? കർത്താവ് തന്നെ അതിന് ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. Jesus has told a way for that. കർത്താവിന്റെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞ John chapter 14, അതിന്റെ 15-ാമത്തെ വാക്യം, 15th verse. അവിടെ നമ്മൾ കാണുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. If you love me, you will keep my commandments. അതുപോലെ തന്നെ അതിന്റെ 23-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന, എന്റെ വചനം പ്രമാണിക്കും. Verse 23 says, if anyone loves me, you will keep my commandments. അപ്പൊ നമുക്ക് ഒട്ടേറെ കൽപ്പനകൾ എടുത്തെടുത്ത് പറഞ്ഞ് അതെല്ലാം ഓരോന്നോരോന്ന് പാലിക്കുന്നതിനേക്കാളും ഒരൊറ്റ കാര്യം എന്താ, കർത്താവിനെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ നിൽക്കും? ഈ കൽപ്പനകളെല്ലാം പാലിക്കാൻ
എളുപ്പമാകും. Okay, here it says, if we love the Lord, then we can keep all the commandments. അങ്ങനെയാണെങ്കിൽ നമ്മൾ സത്യത്തില് ഏതെങ്കിലും ഒരു കാര്യത്തിനാണ് ഊന്നൽ നൽകുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് ഊന്നൽ നൽകേണ്ടത്? If we're giving importance for one thing, what is that? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതിനാണ് ഊന്നൽ നൽകേണ്ടത്. We need to give priority to love the Lord. ആ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞിട്ടുള്ള കൽപ്പനകളൊന്നും ലംഘിക്കാൻ നമുക്ക് തോന്നുകയില്ല. If you're loving the Lord, then we don't feel like disobeying God. നമ്മൾ തന്നെ കുടുംബജീവിതത്തിലൊക്കെ ഭാര്യയും ഭർത്താവും, In our family relationship, there's husband and wife. ഭാര്യയെ ഭർത്താവ് ഏറെ സ്നേഹിക്കുകയാണെന്നിരിക്കട്ടെ. If the husband loves the wife, ആ സ്നേഹം കൂടുമ്പോൾ അവൾക്കൊരു പ്രയാസവും ഉണ്ടാകരുത്, ഒരു വാക്കുകൊണ്ട് പോലും അവൾക്കൊരു വിഷമം ഉണ്ടാകരുത് എന്ന കരുതല് ആ ഭർത്താവിനുണ്ടാകും. if the husband loves the wife more, then he will think that there should not be anything which make her sad. അപ്പോ സ്വന്തം ഭാര്യയെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഭർത്താവ് സത്യത്തിൽ അദ്ദേഹത്തിനുള്ളത് എന്താണ്? അവളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ആ കരുതൽ. The husband loves the wife so much that he doesn't want to make her sad even with one word. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിനെ നമ്മൾ ആ നിലയിൽ സ്നേഹിച്ചാൽ കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയും അനുസരിക്കാതെ കർത്താവിനെ വിഷമിപ്പിക്കാൻ നമുക്ക് തോന്നുകയില്ല. What I'm saying is that if we love the Lord like that, then we don't feel like disobeying the Lord. അങ്ങനെയാണെങ്കിൽ ഈ ഒട്ടേറെ കൽപ്പനകൾ ഓരോന്നും എടുത്തു നോക്കാതെ സത്യത്തിൽ നമ്മൾ ഒന്നിൽ ഊന്നുകയാണെങ്കിൽ അതെന്താണ്? കർത്താവിനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരിക. If we have to focus on one thing, that is to love the Lord, and we need to increase in his love. ആ സ്നേഹത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് കർത്താവിന് വിഷമമുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. When we increase in that love, we don't feel like doing anything to disobey the Lord. എന്തെങ്കിലും ചെയ്തു പോയാൽ, അറിയാതെ ചെയ്തു പോയാൽ അതിനെക്കുറിച്ച് വലിയ വിഷമവും അതിനെക്കുറിച്ചുള്ള അനുതാപവും ഉണ്ടാകുകയും ചെയ്യും. If we make a small mistake, then we'll be repent and be sad about it. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്നേഹം എന്നുള്ള ഒരു കാര്യത്തിൽ ഊന്നണമെന്ന് കർത്താവ് ഇവിടെ പറയുന്നു. So that's what Jesus is saying. We need to focus on the love. കൽപ്പന ഒരു വശത്ത്, സ്നേഹം ഒരു വശത്ത്. Commandment is on one side and love is on the other side. യോഹന്നാൻ 14:15 നമ്മൾ വായിച്ചത് എന്താ? In John chapter 14 verse 15, what did we read? സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വന്നാൽ കൽപ്പന കാത്തുകൊള്ളും. If you love me, you will keep my commandments. കൽപ്പന കാക്കാനായിട്ട് പ്രത്യേകിച്ച് ഓരോ കൽപ്പനയും എടുത്ത് ചെയ്യേണ്ട, സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നാൽ മതി. Yeah, you don't need to keep each and every single commandment, but if you increase in love, then you will keep the all commandments. 14:23 കാണുന്നത് എന്താ? സ്നേഹിക്കുന്നവൻ കൽപ്പന വചനം പ്രമാണിക്കും. Verse 23 says, if anyone loves me, he will keep my word. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നാനപ്പെടുന്നവരാണെങ്കിലും സഭയിലുള്ള നമ്മളാണെങ്കിലും നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അതിന് ഊന്നൽ നൽകുമെങ്കിൽ സത്യത്തിൽ ഏതിന് വേണം? കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് വരുന്നാളുകളിൽ ഇടയാകണം. ആ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Day one, if we have to give priority for one thing, we need to love the Lord more than anything else. അങ്ങനെ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൽപ്പനകൾ സ്വാഭാവികമായിട്ട് അനുസരിച്ചു കൊള്ളും. If we increase in this love, then we automatically will do the commandments. കാരണം നാം സ്നേഹിക്കുന്ന കർത്താവിനെ അനുസരിക്കാതിരിക്കാൻ നമുക്ക് തോന്നുകയില്ല, വിഷമിപ്പിക്കാൻ നമുക്ക് തോന്നുകയില്ല. We don't feel like making our Lord sad. ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഉദാഹരണം ചിന്തിക്കുക. Yeah, I told about the family relationship between husband and wife. അപ്പോ കൽപ്പനകളെല്ലാം പ്രമാണിക്കാൻ സ്നേഹത്തിലാണ് നമ്മൾ ഊന്നേണ്ടത് എന്ന് പറഞ്ഞു. To obey all the commandments, when we need to have the love. അതുകൊണ്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നത്. That's why it is said it's the first and foremost commandment. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Is it written like that? മർക്കോസിന്റെ സുവിശേഷം നോക്കുക, 12-ാം അധ്യായം. Mark chapter 12. അതിന്റെ 28 മുതൽ 31 വരെയുള്ള ഭാഗങ്ങള്. Verse 28 onwards. അവിടെ നമ്മൾ കാണുന്നത് ശാസ്ത്രിമാരിൽ ഒരുവൻ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് അവനോട് ചോദിച്ചു. One of the scribe came to Jesus and asked. അതിന്റെ 28-ാമത്തെ Verse 28. എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന ഏതാണ്? What is the most important commandment? അതിന് യേശു എല്ലാറ്റിലും മുഖ്യമായ കൽപ്പനയോ
Then Nam- Jesus said, the foremost of is, ആ വാക്യം നമ്മുടെ കർത്താവ് and you shall love the Lord your God with all your heart and with all your soul and with all your mind and with all your strength. അപ്പോൾ ഏറ്റവും മുഖ്യ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുകയാണ് എന്നവിടെ പറഞ്ഞു. So the foremost commandment is to love the Lord. എന്തുകൊണ്ടാണ് അത് ഒന്നാമത്തെ കൽപ്പനയാകുന്നത്, അല്ലെങ്കിൽ ആ ഏറ്റവും മുഖ്യ കൽപ്പനയാകുന്നത്? Why is it the foremost commandment? ആ ഒരു കൽപ്പന സത്യത്തിൽ നമ്മൾ ആന്തരികമായിട്ട് പാലിച്ചാൽ കർത്താവ് തന്നിട്ടുള്ള അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ ഉള്ളതെല്ലാം സ്വാഭാവികമായിട്ട് ഈ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുസരിച്ചു കൊള്ളും. If we keep that first commandment, then all other commandments like don't do that, don't look there, all that will automatically be obey. അടുത്ത വാക്യത്തിലും സഹോദരന്മാരെ സ്നേഹിക്കുന്നതും ഇതിനോട് ചേർത്താ പറഞ്ഞിരിക്കുന്നു. അത് രണ്ടാമത്തെ കൽപ്പന. Verse 31 also it says about loving the brethren. അപ്പോ കൽപ്പനകളുടെ എല്ലാം തുടക്കം, അതിന്റെ ഒന്നാമത്തേത് ഏതിലാണ്? ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. All the commandments, the foremost is to love the Lord. അതിൽ നിന്നാണ് സഹോദരന്മാരെ സ്നേഹിക്കുന്നത് ഉരുത്തിരിയുന്നത്. If we love the Lord, then we can love our brothers also. അതുപോലെ അതിൽ നിന്നാണ് മറ്റ് കർത്താവ് ഗിരിപ്രഭാഷണത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയില് ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകളൊക്കെ അനുസരിക്കാൻ കഴിയുന്നത് ദൈവത്തോടുള്ള ഈ സ്നേഹത്തിൽ നിന്നാണ്. Out of the love towards God, then only we can obey rest of the commandments, even what is written in the Sermon of Mount. അപ്പോ കർത്താവ് ഈ കാര്യം പറഞ്ഞപ്പോ ആ ശാസ്ത്രി അവനോട് പറയുന്നു, അതിന്റെ 32-ാം വാക്യം, ഗുരു നീ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പ്രധാനവും സാരമേറിയതും എന്നൊക്കെ താനും അതിനോട് ചേർന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. We see that scribe is also agreeing to what Jesus told, that loving the Lord is the most important commandment. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെയും ആ കാര്യത്തിലേക്ക് വന്ന് പിന്നെയും നമ്മൾ ശ്രദ്ധിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. So we need to give importance to love the Lord more. എങ്ങനെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും? How can we love the Lord more? നമ്മള് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടല്ലോ. I hope you are understanding what I am saying. നമ്മൾ പറഞ്ഞു ക്രിസ്തീയ ജീവിതത്തിൽ ഒട്ടേറെ കൽപ്പനകൾ അനുസരിക്കാനുണ്ട്. We are saying that Christian life there are many commandments to follow. ആ പല കൽപ്പനകൾ അനുസരിക്കുന്നതിനേക്കാളും അതിൻ്റെ അകത്തെ ഒന്നാമത്തെ പ്രമുഖമായ കൽപ്പന അനുസരിച്ചാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അനുസരിക്കാൻ ഒക്കും. So if you obey the foremost commandment, then you can obey the rest of the commandments also. അങ്ങനെയാണെങ്കിൽ ആ ഒന്നാമത്തെ പ്രമുഖമായ കൽപ്പന സ്നേഹിക്കുക എന്നുള്ളതാണെങ്കിൽ ആ സ്നേഹത്തിൽ എങ്ങനെയാണ് നമുക്ക് വർദ്ധിച്ചു വരാൻ കഴിയുന്നത്? So the foremost commandment is to love the Lord. So how can we love the Lord more? കാരണം അത് പ്രധാനമാണ്. ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നാലേ നമുക്ക് മറ്റു കൽപ്പനകളും പാലിക്കാനൊക്കെ ഉള്ളൂ. That is very important, that we need to increase in the love towards the Lord. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം നാൾക്ക് നാൾ വർദ്ധിച്ചു വരാൻ എന്താ നമുക്ക് ചെയ്യാവുന്നത്? What can we do so that the love will increase day by day? ആ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. We have to focus on that one thing. അതിൽ ശ്രദ്ധിക്കുമ്പോൾ അത് ശരിയായി വന്നാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ശരിയായിക്കോളും. If that is in place, then rest all will fall in its place. നമ്മള് ഈ സ്നേഹത്തിൽ വർദ്ധിച്ചു വരാൻ എന്താ ചെയ്യേണ്ടത്? What should we do to increase in the love? കുറച്ചുകൂടെ ആഴ്ചയില് കുറെ ദിവസങ്ങളൂടെ ഇപ്പോഴെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപവാസം എടുത്താൽ കാര്യം ശരിയാകും. Should we fast more than what we are doing now? അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താല് സ്നേഹം വർദ്ധിച്ചു കിട്ടുമോ? If we do more activity, will the love increase? എന്താണ് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള വഴി? What should we do so that the love will increase? നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കർത്താവ് തന്നെ അത് ഒരു ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. Jesus itself told a parable about it. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. Luke chapter 7 we see that parable. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 36 മുതൽ അത് ആ അധ്യായം തീരുന്നത് വരെയുള്ള വാക്യങ്ങൾ നോക്കുക. Luke chapter 7 verse 36 onwards we read that story. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിനെ പരീശന്മാരിൽ ഒരുത്തൻ ഭക്ഷണം കഴിപ്പാനായിട്ട് തന്റെ വീട്ടിൽ വിളിച്ചു. One of the Pharisees invited Jesus for lunch at his house. ആ പരീശന്റെ പേര് ശീമോൻ എന്നായിരുന്നു അവന്റെ പരീശന്റെ പേര്. His name is Simon. ആ പരീശന്റെ വീട്ടിൽ കർത്താവ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഇതാ വേറൊരു സംഭവം നടക്കുന്നു. When he's at the table, there some incident happened.
ആ പട്ടണത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നു. We see that a woman who is a sinner in that city came to his place. അവൾ ഒരു റാത്തൽ ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ നിന്ന് അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അതിന്റെ 38ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. Yeah, she bought an alabaster vial of perfume and standing behind him at his feet, weeping, she began to wet his feet with tears and kept wiping them with the hair of her head. അത് കണ്ടിട്ട് ആ കർത്താവിനെ വിളിച്ച ആ ശീമോൻ മനസ്സിൽ പറഞ്ഞത് എന്താ? Seeing that, the Pharisee who invited Jesus told in his mind, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ സത്യത്തിൽ ഈ സ്ത്രീ വളരെ പാപിനിയായിരുന്നെന്നും ഒക്കെ അറിയേലേ, അവളെ ഈ നിലയില് തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാനും പരിമള തൈലം പൂശാനും ഒക്കെ അനുവദിച്ച ഇവൻ സത്യത്തിൽ ഒരു പ്രവാചകനാണോ എന്നൊക്കെ സംശയിക്കാനായിട്ട് തുടങ്ങി. Seeing that the Pharisee was thinking, if this is a prophet, then he would have known what a person is this woman is, and he won't have allowed her to touch him. അപ്പോ അതിനെ തുടർന്ന് അവന്റെ മനസ്സ് വായിച്ച കർത്താവ് പറയുന്നു, അതിന്റെ 40ാം വാക്യം, ശിമോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. Verse 40, we see that Jesus answered to Simon. അവൻ പറഞ്ഞു, ആട്ടെ ഗുരു, പറഞ്ഞാലും. He said, okay, say it, teacher. ഉടനെ കർത്താവ് ഒരു ഉപമ, ഒരു കഥ പറയുന്നു. Then we see that Jesus says a parable. എന്താണ്? കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. There was 2 debtors for one person, one money lender. അതിൽ ഒരു കടക്കാരൻ 500 വെള്ളിക്കാശ് ഇയാളിന് കടപ്പെട്ടിരുന്നു, മറ്റൊരാള് 50 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്നു. One owed 500 denarii, other owned 50. അപ്പോ ഈ 2 പേർക്കും വീട്ടാൻ കഴിയേല എന്ന് ഈ കടം കൊടുത്ത ആളിന് മനസ്സിലായി. So the money lender understood that both of them won't be able to give back the money. അതുകൊണ്ട് 2 പേർക്കും ഇദ്ദേഹം പണം തരണ്ട എന്ന് പറഞ്ഞ ആ കടം ഇളച്ചു കൊടുത്തു. So he forgave both of them. എന്നിട്ട് കർത്താവ് നിർണായകമായ ചോദ്യം ചോദിക്കുന്നു. അതിന്റെ 42ാമത്തെ വാക്യം, എന്നാൽ ഈ കടം ഇളച്ചു കിട്ടിയ ആ 2 പേരിൽ ആരാണ് ആ കടം ഇളച്ചു കൊടുത്ത ആളിനെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. Verse 42, Jesus asked, so which of them will love him more? വ്യക്തമായല്ലോ. ഒരാൾക്ക് 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടി, മറ്റേ ആൾക്ക് 50 വെള്ളിക്കാശ് ഇളച്ചു. One person have to pay 500 denarii, another person have to pay 50 denarii. ഈ 2 പേരിൽ ആരാണ് കടം ഇളച്ചു കൊടുത്ത ആളിനെ കൂടുതൽ സ്നേഹിക്കുക? Who of them will love the money lender more? അപ്പോ അതിന് മറുപടിയായിട്ട് ആ ശീമോൻ കൃത്യമായി പറയുന്നു, 43ാം വാക്യം, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. Verse 43, Simon says that I suppose the one whom he forgave more. കർത്താവ് പറയുന്നു, നീ വിധിച്ചത് ശരി, നീ പറഞ്ഞത് ശരിയാണ്. And Jesus says what you said is correct. എന്നിട്ട് ആ സംഭവത്തെ ഈ സ്ത്രീയോടും ഈ ശീമോനോടുമുള്ള ബന്ധത്തിലെ കർത്താവ് ചിത്രീകരിക്കുന്നു. Then Jesus says this story in relevance to this woman and Simon. ഈ ശീമോൻ തന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. Simon invited Jesus for the food. അവന് സ്നേഹമുണ്ട്, അവന് കർത്താവിനോട് നന്ദിയുണ്ട്. He loves the Lord and he is thankful to him. പക്ഷേ അവന്റെ നിലപാട്, 50 വെള്ളിക്കാശ് അളച്ചു കിട്ടിയ ആളിന്റെ നിലപാട് അത്രയ്ക്കുള്ള നന്ദിയും സ്നേഹമേ ഉള്ളൂ. But he is like that person who has been forgiven 50 denarii. എന്നാൽ ഈ സ്ത്രീക്കോ, But this woman, അവള് പാപിനിയാണ്, ഈ പരീശനുള്ള അംഗീകാരം സമൂഹത്തിലില്ല, അതൊക്കെ അറിയാവുന്ന അവൾ തൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്ന ഈ കർത്താവിനോട് അധികം സ്നേഹത്തോടെ പെരുമാറുന്നു, 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയ ആളിനെ പോലെ പെരുമാറുന്നു എന്ന് കർത്താവ് പറയും. So the woman who knows she is a sinner and she loves the Lord like the one whom he forgave 500 denarii. എന്നിട്ട് അതിന്റെ 47ാം വാക്യത്തില് കർത്താവ് അത് വീണ്ടും പറയുന്നു, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. In verse 47 also Jesus says that he who is forgiven little loves little. നോക്കുക, ഇവിടെ ഈ ശീമോനാണ് അല്പം ഇളച്ചു കിട്ടിയത്. Here we see that Simon was forgiven little. അതുകൊണ്ട് അവൻ അല്പം സ്നേഹിക്കുന്നുണ്ട്, So he is loving him little. എന്നാൽ ഈ പാപിനിയായ സ്ത്രീയോ, അവള് 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയതുപോലെ അവൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. But this woman, she has been forgiven 500 denarii, so she is
forgiving, for she's loving him more. അപ്പൊ ഇതിൽ നിന്ന് കർത്താവ് ഒരു ഒരു പ്രമാണം പറയുകയാണ്. Here Jesus says a principle here. എന്താണ് ആ പ്രമാണം? What is that principle? നമുക്ക് സ്നേഹം കൂടണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇളച്ചു കിട്ടി എന്ന് നമ്മൾ കാണണം. If we have to love the Lord more, then we need to understand that we have been forgiven more. ഈ പാപിനിയായ സ്ത്രീ അവളെ തന്നെ നോക്കുമ്പോൾ തനിക്ക് ഒട്ടേറെ ഇളച്ചു കിട്ടി എന്ന് അവളുടെ പാപത്തെ വലുതായിട്ട് കാണുകയാണ്. So the woman knows that she has been forgiven more, so as she sees the sin she has committed. എന്നാൽ പരീശനോ? But the Pharisee, പരീശന്മാര് സാധാരണ ഈ പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നവരും എല്ലാവരുടെയും മുമ്പിൽ ഒരു നല്ല സാക്ഷ്യമുള്ളവരും ഒക്കെയാണ്. the Pharisee obeys all the commandments and he has a good testimony among other people. അപ്പൊ അവന് ആ പരീശൻ ആ ശീമോൻ തന്നെ നോക്കുമ്പോ കർത്താവ് അവനോട് എത്ര കാരുണ കാട്ടി, എത്ര ഇളച്ചു കൊടുത്തു. But when Simon looks at himself, how much Jesus forgave him. താനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടാകും, അത് കർത്താവ് ഇളച്ചു തന്നു, അതിനുള്ള നന്ദിയുണ്ട്. I have not done many big sins, so I've committed some small mistakes, so Jesus loved me that much. എന്നാ സത്യത്തിൽ എന്താ? But what is the reality? അവനും സത്യത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ ആന്തരികമായിട്ട് മനസ്സിൽ, ചിന്തയിൽ, വാക്കുകളിലൊക്കെ ഒട്ടേറെ തെറ്റിപ്പോയിട്ടുണ്ട്. അവനോടും കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്. But in reality, God has forgiven this Simon also. In his words, in his deeds, in his thoughts also, he has sinned against God. പക്ഷെ കർത്താവിന്റെ ആ ക്ഷമയുടെ ആഴം കാണണമായിരുന്നെങ്കിൽ അവൻ ഒന്നാമത് തന്റെ പാപത്തിന്റെ, തന്റെ തെറ്റുകളുടെ വലിപ്പം ഒന്നാമത് കാണണമായിരുന്നു. To see the depth of God's love, then he should see how much he had sinned. തന്നോട് കർത്താവ് കാട്ടിയ ക്ഷമ 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയതുപോലെ അവൻ കാണണമായിരുന്നു. He should have seen that God has forgiven him 500 denarii. അങ്ങനെ 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയതുപോലെ കണ്ടിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? കൂടുതൽ സ്നേഹിക്കുമായിരുന്നു. If he would have seen that God has forgiven 500 denarii to him, then he would have loved him more. ഈ സ്ത്രീയെ അവളുടെ പാപത്തെ വലുതായിട്ട് കണ്ടു, അതുകൊണ്ട് അവള് കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചു എന്ന് പറയും. So this woman saw her sin bigger, so she loved the Lord more. പ്രിയപ്പെട്ടവരെ, ഈ ശീമോന്റെയും ഈ പാപിനിയായ സ്ത്രീയുടെയും കാര്യമൊക്കെ നമുക്ക് വിടാം. Let's leave the story, okay? നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. Let's think about ourselves. നമ്മളെന്താ പറഞ്ഞത്? നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. അതിനെന്താ മാർഗം? What are we saying? We need to love the Lord more. അതിനുള്ള വഴിയും കർത്താവ് ഇതാ ഇവിടെ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. And Jesus answered that here in this Luke chapter 7. എന്താ? നമ്മുടെ പാപം വലുതായിട്ട് നമ്മൾ കാണണം. We should see the sins which we committed as big. ഇത് പറയുമ്പോ നമ്മൾ പോയി കൂടുതൽ വലിയ കൽപ്പനാ ലംഘനങ്ങളും ഈ പാപിനിയായ സ്ത്രീ ചെയ്തതുപോലെയുള്ള വലിയ തെറ്റുകളും ഒക്കെ ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? Does it mean that we should go and commit bigger sins and like this woman? പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. That is not what I am saying. ഈ പരീശനും തന്നെ യഥാർത്ഥത്തിൽ ദൈവിക വെളിച്ചത്തിൽ കണ്ടിരുന്നെങ്കിൽ തനിക്ക് ഒട്ടേറെ ക്ഷമിച്ചു കിട്ടി എന്ന് മനസ്സിലാക്കുമായിരുന്നു. If this Pharisee has seen himself in the light of God, then he would have understood that he had been forgiven more. നമ്മളും ദൈവിക വെളിച്ചത്തിൽ നമുക്ക് ഒട്ടേറെ ഇളച്ചു കിട്ടി എന്ന് നമ്മൾ കാണണം. We should see that God has forgiven us a lot when we see ourselves in the light of God. നമ്മൾ നോക്കുക, നമ്മൾ കേവലം പലപ്പോഴും നമ്മുടെ തെറ്റുകളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി മാത്രമേ ചിന്തിക്കാറുള്ളൂ. Many times we consider the sin as what we do. എന്നാൽ കർത്താവ് പുതിയ ഉടമ്പടിയിൽ എന്താ? കേവലം ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള മനോഭാവം, അതിൻ്റെ പിന്നിലുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഇങ്ങനെ ആന്തരികമായി ഒട്ടേറെ കാര്യങ്ങളെയും നോക്കി അതിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ പാപമായിട്ട് കണക്കാക്കുന്നു. But in new covenant we see that Jesus looks inside our heart and sees our attitude, our motives behind what we are doing. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ മത്തായി 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ നോക്കുക. For example, let's see Matthew chapter 5:21-22. അവിടെ കർത്താവ് പറയുന്ന കുല ചെയ്യരുത് എന്ന് പഴയ നിയമത്തില് ഈ കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. There he says that you have heard that you should not commit murder. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് കർത്താവ്
ആ കുലയെ പോലെ തന്നെ, കുല ചെയ്യുന്നത് പോലെ തന്നെ, ആ പ്രവൃത്തി പോലെ തന്നെ ആന്തരികമായ ചില നിലപാടുകളും പാപമാണെന്ന് പറയുന്നു. So in verse 22, it says that I said to you, even who is angry with his brother shall be guilty. And here we see that God, Jesus, making it internal. അവിടെ സഹോദരനോട് കോപിക്കുന്നത്, നിസ്സാര എന്ന് പറയുന്നത്, മൂഢ എന്ന് പറയുന്നത്, അങ്ങനെ നോക്കുക, ഒരാളോടുള്ള ആറ്റിറ്റ്യൂഡ്, ആളിനോടുള്ള നമ്മുടെ മനോഭാവം, ഇതൊക്കെയും കുലപാതകം പോലെ തന്നെയാണെന്ന് കർത്താവ് പറഞ്ഞു. We see that God sees our attitude towards other people, whether we are angry with them, whether we call them fool. All this God considers us like murder. അപ്പൊ ഈ നിലയിൽ കർത്താവിന്റെ ഈ കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മുടെ കുറവുകളെ കാണണം. When we see this in the light of God, then we'll see our need. എന്നാൽ ഇന്നത്തെ സമൂഹം അങ്ങനെ കാണുന്നില്ല. But today the Christianity doesn't see that. സമൂഹത്തിലെ ഒരാൾക്ക് മറ്റൊരാളോട് വൈരാഗ്യം ഉണ്ടായാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യൊന്നുമില്ല. If somebody is angry against others, the cops won't come and catch them. വൈരാഗ്യം കൂടി അവസാനം ആ ആളിനെ കൊലപ്പെടുത്തിയാൽ മാത്രമേ നിയമം അതിൻ്റെ അകത്ത് ഇടപെടുകയുള്ളൂ. If they become so angry and then kill them, then only the cops will come and നോക്കുക, സമൂഹമായാലും രാജ്യമായാലും കുറ്റമെന്ന് പറയുന്നത് ആ നിലയിൽ ചെയ്യുന്ന പ്രവൃത്തിയോട് മാത്രമാണ് ബന്ധപ്പെടുത്തി. So in this world, the crime is committed only when it is been done. എന്നാൽ കർത്താവോ, But Jesus, കർത്താവ് ഇവിടെ പറയുന്നു, മൂഢ, നിസാര എന്ന് പറയുകയും അവനോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനെ കൊലപാതകത്തോട് ചേർത്ത് പറയും. but here Jesus says, if you are angry with your brother or if you call him fool, then it is murder. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന്റെ ഈ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ തെറ്റുകളെ കണ്ടാൽ എത്രയോ തെറ്റുകൾ നമുക്കുണ്ട്. When we see our sin in the light of God's light, then we'll see how many what a sinner we are. അല്ലാതെ നമ്മള് കൂടുതൽ ക്ഷമിച്ച് കിട്ടി എന്ന് കാണാൻ വേണ്ടി നമ്മൾ കൂടുതൽ വലിയ തെറ്റൊന്നും ചെയ്യണ്ട. വേറെ പോയി വലിയ പാപിനിയായ സ്ത്രീ ചെയ്തതുപോലെ ഒന്നും ചെയ്യേണ്ടതില്ല. We don't need to commit more sin so that we can love him more. ഈ പരീശൻ തന്നെ ഈ വെളിച്ചത്തിൽ കണ്ടിരുന്നെങ്കിൽ അവനും എന്തായിരുന്നേനെ, 500 വെള്ളിക്കാശും ഇളച്ചു കിട്ടിയവനെ പോലെ കർത്താവിനെ സ്നേഹിക്കുമായിരുന്നു. If the Simon would have seen himself in this light, then he would have stood like the person whom the lender forgave 500 denarii. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങളെ ആ ഗൗരവമായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ആഴത്തിൽ കാണുകയും അത്രയും പാപം ആണ് കർത്താവ് എനിക്ക് ക്ഷമിച്ചു തന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് സ്നേഹം വർദ്ധിച്ചു വരും എന്നാണ് നമ്മൾ ഇവിടെ. When we see that God has forgiven such a great sin in our life, then our love towards God will increase. നമ്മള് ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല. നമ്മൾ പുതിയ ഉടമ്പടിയില് വളരെ ശ്രദ്ധേയനായ ആദ്യ കാലത്തുണ്ടായിരുന്ന അപ്പോസ്തലനാണല്ലോ പൗലോസ്. We are not just telling that, we see that in Paul's life also. ആ പൗലോസ് ഈ ഒരു കാഴ്ചപ്പാട് തന്നെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തിയിരുന്നു. He always had this always had this light about himself. താന് വലിയ അന്നത്തെ സമൂഹത്തില് എന്തെങ്കിലും തെറ്റായ ചില കാര്യങ്ങളൊന്നും ചെയ്തില്ല. He didn't do any big thing. പക്ഷെ തൻ്റെ മനോഭാവത്തിലും ചിന്തകളിലും കാഴ്ചപ്പാടിലും ഒക്കെ ഉള്ള ഈ നിലയിലുള്ള ദൈവം കാണുന്ന തെറ്റുകളെ താന് അതേ അളവിൽ കണ്ടപ്പോൾ താന് ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് നിലവിളിക്കുക. So we see that Paul sees himself in the light of how God sees the sin, and then he cries out, I am the foremost of the sinners. 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നോക്കുക. 1 Timothy chapter 1 verse 15. അവിടെ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നു, ഈ പാപികളിൽ ഞാനാണ് ഒന്നാമൻ. There it says that I am the chief of the sinners. പൗലോസ് ഈ പാപിയില് ആ നാട്ടിലുള്ള പാപികളിൽ ഒന്നാമനാകത്തക്കവണ്ണം താൻ എന്തെങ്കിലും അങ്ങനെ വലിയ തെറ്റുകൾ, കൊലപാതകമോ വ്യഭിചാരമോ വല്ലതും ചെയ്തോ? Did he commit any big sins to become the foremost of all? അങ്ങനെയൊന്നും ചെയ്തില്ല. He didn't do anything like that. പക്ഷെ എങ്കിൽ പോലും ദൈവവചനത്തിന്റെ നിലവാരത്തോട് താൻ തന്നെ കൊണ്ടുവരുമ്പോ താന് വലിയ പാപിയാണ്, വലിയ തെറ്റുകാരനാണ് എന്ന് കാണും. But when he compares himself with what God's word, then he understands that he is a bigger sinner. തന്റെ പാപത്തിന്റെ ആ ആഴം കാണുമ്പോൾ, വലിപ്പം കാണുമ്പോൾ, അത്രയും പാപം കർത്താവ് എനിക്ക് ക്ഷമിച്ചു തന്നല്ലോ, ഞാൻ കർത്താവിന്റെ മുമ്പാകെ അനുദപിച്ചപ്പോൾ
ക്ഷമിച്ചു തന്നല്ലോ എന്ന് കാണുമ്പോൾ കർത്താവിനോട് കൂടുതൽ സ്നേഹം പൗലോസിനുണ്ടാകുന്നു. When he see the depth of the sin what he has committed, then he understand that how much God has forgiven him, and that's how he started loving the Lord. കർത്താവിന്റെ മുമ്പാകെ 500 വെള്ളിക്കാശ് അടച്ചു കിട്ടിയവന്റെ പോലെ തന്നെ പൗലോസ് നിൽക്കുന്നു. So the Paul stands before the Lord like the one who has been forgiven 500 denarii. ഇത് 1 തീമോഥെയോസ് 1:15 എന്തോ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് അങ്ങ് വെറുതെ പറഞ്ഞതല്ല. He didn't just say that by accident in 1 Timothy chapter 1 verse 15. റോമർ 7:21 നോക്കുക. Romans chapter 7 verse 21. അവിടെയും പൗലോസ് തന്നെ നോക്കിയിട്ട് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. There also 7:21. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യമാണ് മലയാളത്തില്. Yeah, Romans chapter 7 verse 21 it says, no 24 it says, a wretched man that I am. ഇംഗ്ലീഷിൽ 24-ാമത്തെ വാക്യം. ഞാൻ അരിഷ്ട മനുഷ്യൻ. Yeah, in English it's in verse 24, wretched man. ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. Who will set me free from the body of this death? നോക്ക, ഒരു ഉള്ളിൽ നിന്ന് തന്നെയുള്ള നിലവിളിയാണ്. It's a cry from the heart. താന് അങ്ങനെ നിലവിളിക്കത്തക്കവണ്ണം നമ്മൾ നോക്കുമ്പോൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. We don't see that he has done big crime like that to cry out from his heart. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നിലവിളി വന്നത്? But why does he have that cry in his heart? തന്റെ ജീവിതത്തിൽ വാക്കിലോ പെരുമാറ്റത്തിലോ മനോഭാവത്തിലോ ഒക്കെ ഉള്ള കൊച്ചു പാപം എന്ന് നമ്മൾ വിളിക്കുന്ന ആ കൊച്ചു പാപങ്ങളെ തന്നെ ദൈവിക വെളിച്ചത്തിൽ എത്ര വലിപ്പമുള്ളതായിട്ട് താൻ കണ്ടു. അതിനെ തുടർന്ന് അതിന് ക്ഷമ ചോദിച്ചു. ആ ക്ഷമിച്ചു കിട്ടിയപ്പോ ഇത്രയും എനിക്ക് ഇളച്ചു തന്നല്ലോ എന്ന് പറഞ്ഞ് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നു. Paul started seeing the sins which we call as small sins, the depth of that sin, and then he cries out from his heart, and then he understands how much God has forgiven him. കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. Those who have been forgiven more will love him more. അപ്പൊ നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ എന്താ മാർഗം? What is the way to love the Lord more? നമ്മുടെ പാപത്തെ കുറിച്ച് ദൈവവചനം കാണുന്നത് പോലെ നമ്മൾ കാണാൻ തുടങ്ങണം. We should start seeing the sins in our life like how the God's word describes it. അല്ലാതെ അതിനെ ലഘുവായി കണ്ടാൽ 50 വെള്ളിക്കാശ് മാത്രം ഇളച്ചു കിട്ടിയവന്റെ നന്ദിയും സ്നേഹവും മാത്രമേ നമുക്കുണ്ടാകൂ. If we take it lightly, then it will be like the person who has been forgiven only 50 denarii. ഈ പാപം കാണുമ്പോ എന്ത് വേണം നമ്മള്? When we see the sin, what we should do? 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ്. 1 John 1:7-9 we always read that verse. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാപത്തിന്റെ ലാഞ്ചന വന്നാൽ നമ്മൾ എന്ത് വേണം? ആ പാപം ദൈവത്തോട് തന്നെ ഏറ്റുപറയണം. If there is a sin in our life, then we need to confess it to the Lord. അപ്പൊ കർത്താവ് എന്തോ ചെയ്യും? What will Lord do? കർത്താവ് അത് ക്ഷമിക്കും. God will forgive that sin. ക്ഷമിക്കുക എന്ന് മാത്രമല്ല, നമ്മള് എബ്രായർ 8-10 ഒരിക്കൽ പറഞ്ഞു, 2 പറഞ്ഞിട്ടുണ്ട്, ക്ഷമിച്ച കാര്യങ്ങൾ കർത്താവ് മറന്നും കളയും. In Hebrews chapter 8 and 10 we read that God not only forgive, he forgets the sin. കണ്ടോ, അങ്ങനെ നമ്മളോട് കരുണ കാട്ടി. God showed his kindness towards us. ഒരിക്കലല്ല, ഒരു ദിവസത്തിൽ തന്നെ പലതവണ. Not just one time but many times in a day. ഓ ദൈവമേ, കർത്താവേ, നീ ഇത്രത്തോളം എനിക്ക് ക്ഷമ കാണിക്കുന്നല്ലോ, ഇത്രത്തോളം എൻ്റെ തെറ്റുകളെ ക്ഷമിച്ചു തരുന്നല്ലോ എന്ന് കാണുമ്പോൾ അവന് സ്നേഹം വർദ്ധിക്കും. When you see that God has forgiven us more, then our love will increase. അപ്പൊ നോക്കുക, നമ്മൾ പുറമേ കാണുന്ന ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടെ ആന്തരികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം വരണം. Not just seeing something externally, but we should start seeing things internally. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ അത് പുറമേ കാണുന്നതിനേക്കാൾ ആഴത്തിലുള്ളതായിരിക്കണം. The relationship with ourselves and God should be more deep in. നമ്മുടെ ചിന്തയിലോ മനോഭാവത്തിലോ വരുന്ന തെറ്റുകളെ പോലും നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. Any sin which comes in our thoughts or attitude, we should take it seriously. അവയെയും കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ കർത്താവ് ക്ഷമിച്ചു എന്നുള്ള ഒരു ഉറപ്പും നമുക്ക് കിട്ടണം. When we confess that before the Lord, we should have that assurance that God has forgiven us. അങ്ങനെ ദൈവം മുമ്പാകെ നടക്കുമ്പോൾ, ദൈവമേ, നീ എന്നോട് എത്ര സ്നേഹമാണ് കാണിക്കുന്നത്, എത്രയോ ക്ഷമിച്ചു തരുന്നു എന്നുള്ള നന്ദിയും സ്നേഹവും നമ്മിൽ വർദ്ധിച്ചു വരും. ഇത് കർത്താവ് തന്നെ പറഞ്ഞ ഒരു മാർഗമാണ്. When we see how much God has forgiven and then we walk in this way, then our love towards God will increase. This is a way which Jesus has explained here.
ഇത് പൗലോസും ഈ വഴിയിലൂടെയാണ് നടന്നത് എന്ന് നമ്മൾ പറഞ്ഞു. We see that Paul also walked in the same way. അപ്പോ നമ്മൾ പറഞ്ഞത് നമ്മുടെ തെറ്റിനെ വലുതായിട്ട് കാണുക. We should see the sin as God's word describe it. അത് നമ്മൾ അനുതപിച്ചപ്പോൾ കർത്താവ് അത് ക്ഷമിച്ചു തന്നു എന്നും കാണണം. When we confess it to the Lord, God has forgiven us. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. That is also a very important thing. ചിലര് വിശ്വാസികളായ ചിലര് തങ്ങളുടെ പാപത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് അതിന് കിട്ടിയ ക്ഷമയെ വേണ്ടതുപോലെ കാണുന്നില്ല. Some believers will always keep thinking about the sin what they committed and they don't recognize the forgiveness which God has given to them. നമ്മൾ ഏറ്റുപറഞ്ഞാൽ, നിങ്ങൾ 1 യോഹന്നാൻ, നമുക്കിപ്പോൾ സമയമില്ലല്ലോ, 1 യോഹന്നാൻ 1:7-9 നോക്കുക. അവിടെ കർത്താവ് ക്ഷമിക്കാൻ ഒരൊറ്റ മാനദണ്ഡം മാത്രമേ, ഒറ്റ കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. We see in 1 John 1:7 that there is only one condition which for forgiving our sin. നിങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മൾ കർത്താവിനോട് അത് പറഞ്ഞാൽ മാത്രം മതി. We should confess our sins. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടില്ല. We don't need to do anything else. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാപത്തെ വലുതായിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞൊരു കുറ്റം വിധിയിലും ഒരു നിരാശയിലേക്കും പോകരുത്. Don't get into a discouragement when we see the sin in our life. ആന്തരിക ജീവിതത്തെ ഗൗരവമായി എടുക്കുന്ന പല വിശ്വാസികളെയും പിശാച് ഈ നിലയിൽ ഒരു കുറ്റം വിധിയിലും നിരാശയിലും പലപ്പോഴും തളച്ചിടുന്നു. Satan deceives the people who takes this Christian life seriously in such discouragements. അതുകൊണ്ട് പല നല്ല വിശ്വാസികളും പോലും തല പോലും ഉയർത്താൻ ദൈവസന്നിധിയിൽ ധൈര്യമില്ലാതെ, സഭയിൽ വന്നാലും ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോലും ധൈര്യമില്ലാതെ അവർ നിരാശരായിട്ടും കുറ്റം വിധിയാൽ പീഡിപ്പിക്കപ്പെട്ടവരായും ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം അറിയാത്തവരായിട്ടും ജീവിച്ചു പോകും. So many good believers, they are discouraged and they are under condemnation and they're not even able to praise the Lord when they come to the church also. നമുക്കതുണ്ടാകരുത്. It should not happen to us. നമ്മുടെ പാപങ്ങളെ വലുതായിട്ട് കാണണം എന്നുള്ളത് ശരിയാണ്. We should see the sin what we committed as big thing. അപ്പോൾ തന്നെ നമ്മൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് അത് ക്ഷമിച്ചു തന്നു എന്നുമുള്ള ഒരു ഉറപ്പും ധൈര്യവും സന്തോഷവും ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഉണ്ടാകണം. We should have that love and joy that God has forgiven the sins what we have confessed to him. അല്ലാതെ തെറ്റിന്റെ ആഴം മാത്രം കണ്ട് നിരാശപ്പെട്ടു പോകാനാണ് പിശാച് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Don't just see how serious the sin and then get discouraged by the Satan. നമ്മൾ അവന്റെ വഞ്ചനയിൽ വീഴരുത്. We should not fall in his deception. നമ്മള് ആ തെറ്റിന്റെ ആഴം കാണുന്നത് ഒരു വശം, അതിനെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ നമ്മൾ കർത്താവിന്റെ ക്ഷമയും നമ്മൾ പ്രാപിച്ചു എന്നുള്ള ഉറപ്പും സന്തോഷവും നന്ദിയും സ്നേഹവും നമുക്കുണ്ട്. We should see the seriousness of the sin, and we should also see the forgiveness what God has given and have the joy in us. ഈ രണ്ട് കടക്കാർക്കും ഈ വെള്ളിക്കാശ് കൊടുത്തയാൾ എന്ത് ചെയ്തു? കടം ഇളച്ചു കൊടുത്തു. That money lender we read in Luke, he forgave these two debtors. നമുക്കും ആ 500 വെള്ളിക്കാശ് ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ഇളച്ചു തന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കും. We also have to pay back 500 denarii, but we should understand that God has forgiven that. നമ്മൾ നോക്കുക, ഈ 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയ ആളിനെ കുറിച്ച് നമുക്കൊരു ഒന്ന് വേറൊരു തരത്തിലൊന്ന് ഭാവന ചെയ്തു. Let's think about this person who's been forgiven 500 denarii. അയാൾ ഒരു ദിവസം വീട്ടാൻ വകയില്ലാതെ ഇത് എങ്ങനെ വീട്ടുമെന്ന് വിഷമിച്ച് ഈ കടം കൊടുത്ത ആളിന്റെ വീട്ടിൽ ചെന്നു. This person is worried how he'll repay this money and goes to this debtor's house. ഇയാളുടെ വിഷമമൊക്കെ കണ്ടിട്ട് ആ ധനികനായ ആള് പറഞ്ഞു, വേണ്ട, നീ തരണ്ട, ഞാൻ ഇളച്ചു തന്നിരിക്കുന്നു, പൊക്കോ, സന്തോഷമായിട്ട് വീട്ടിൽ പോകും. So the money lender, seeing the worry of this person, then he says, okay, it's okay, I'll forgive you, you go back home, say, and be happy. അത് കേട്ടപ്പോ ആ വാക്കുകളെ അതേപോലെ വിശ്വസിച്ച് സന്തോഷത്തോടെ, ഇനി ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല എന്ന് സന്തോഷിച്ചുകൊണ്ട് വേണം അവൻ വീട്ടിൽ പോകാൻ. So that person who have been forgiven 500 denarii goes back home rejoicing that he don't have to pay back any more money. അതിന് പകരം അവന് തിരിച്ചു പോകുമ്പോൾ, അയ്യോ 500 വെള്ളിക്കാശ് ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും കടപ്പെട്ടിട്ടുണ്ടല്ലോ, ആ ഇളച്ചു കിട്ടി എന്നുള്ളത് അവന്റെ ഹൃദയത്തെ സ്പർശിക്കാതെ ഞാൻ പിന്നെ കടക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ അവൻ ദുസ്സഹമാക്കി തീർത്താൽ എന്ത് ചെയ്യാൻ കഴിയും? If that person goes back home thinking, I had to pay 500 denarii
and I have that much money, I don't have that much money to pay, and make his life miserable, what will happen? നമ്മുടേതുപോലൊക്കെയുള്ള പാപത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്ന പല സഭകളിലും ചില സഹോദരങ്ങളെങ്കിലും ഈ ഒരു കുഴപ്പത്തിൽ ചെന്ന് വീഴാറുണ്ട്. Some of the brothers who are sitting in the church where we speak seriously about sin will fall into this trap of Satan. നമ്മൾ പാപത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. We speak very seriously about sin. ഗിരിപ്രഭാഷണത്തിലെ കർത്താവ് പറഞ്ഞതുപോലെ കേവലം കർമ്മം മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള മനോഭാവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ തലനാരിഴ കീറി പറയാറുണ്ട്. Yeah, we read from Sermon of Mount, it's not just what we do, but the attitude behind that also matters. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ നമ്മൾ എന്ത് വേണം? അത് ഏറ്റുപറഞ്ഞ് ക്ഷമ കിട്ടി എന്നുള്ള ഉറപ്പും ധൈര്യവും ദൈവത്തോടുള്ള സ്നേഹവും നമുക്കുണ്ടാകും. We should see how big that sin is, but we need to also remember that if we confess sin to the Lord, then He'll forgive us, and we should have that assurance. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം കുറച്ചുകൂടെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ പറയുന്നു. Since there's no much time, I'm not expanding more on this. പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ കരുതട്ടെ. I hope what I am told is clear. ഒന്ന്, നമ്മളൊരു ശരാശരി ക്രിസ്തീയ ജീവിതം നയിക്കരുത്. One thing, don't live a minimal Christian life. നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് പാപം, നമ്മുടെ മനോഭാവം ഒന്നും പാപത്തിൽ വരികയില്ല എന്ന് പഴയ നിയമ രീതിയിൽ നമ്മൾ കാണരുത്. Don't think like the old covenant that whatever we do is sin, but in the new covenant we see that it's not just doing, but what our attitude also matters. നമ്മുടെ തെറ്റുകളെ നമ്മൾ ഗൗരവമായിട്ടും വലുതായിട്ടും കാണണം. We should take our sins seriously and see how big it is. എന്ന് മാത്രമല്ല, അത് കർത്താവിനോട് ഏറ്റുപറയുകയും ക്ഷമ പ്രാപിക്കുകയും വേണം. We should confess it before the Lord and get the forgiveness. ക്ഷമിച്ചു കിട്ടി എന്നുള്ള ധൈര്യവും സന്തോഷവും നമ്മൾ കൈയാളണം. We should have the joy and that assurance that it's been forgiven. ഇത്രയും എനിക്ക് ദിനംതോറും ക്ഷമിച്ചു തരുന്ന കർത്താവേ, നിന്നോടുള്ള ഞാൻ എത്രത്തോളം സ്നേഹിച്ചാൽ മതിയാകും എന്നുള്ള നിലയിൽ അതിനെ ചൊല്ലി നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. When we see that God forgives us multiple times in a day, then we keep loving Him. ഈ കാര്യം വേണ്ടതുപോലെ കണ്ടാൽ സ്നേഹം വർദ്ധിച്ചുകൊള്ളുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. If we see this more clearly, then the love will increase automatically. That's what Jesus said. കൂടുതൽ ഇളച്ചു കിട്ടിയാൽ കൂടുതൽ സ്നേഹിക്കും. If more we see that we have been forgiven more, then we love Him more. കൂടുതൽ കടപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ ഇളച്ചു കിട്ടിയെന്നും നമ്മൾ കാണണം. We should see that we are a bigger debtor and God has forgiven us more. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാകും. Then the love for the Lord will increase. ഞാൻ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. I'll just say one more thing and then close. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ കാര്യങ്ങള് പാപത്തെ ഗൗരവമായി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില പിന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. When we take sin seriously, there are some more things we need to take. We need to be careful. നമ്മൾ പാപം ചെയ്തിട്ട് അതെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും എന്നൊരു പോയിന്റ് മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞത്. We said that if we confess our sin, then the Lord will forgive our sins. എന്നാൽ മറുവശത്ത് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ പാപം ചെയ്യാതെയും പാപത്തിൽ വീഴാതെയും കർത്താവ് നമ്മെ സൂക്ഷിക്കും എന്നുള്ള കാര്യം അതുകൂടെ നമ്മൾ കാണും. Then we should see that God can keep us from falling into sin. ഞാൻ ഒരു ദൈവഭക്തയുടെ ഒരു അനുഭവം ഞാൻ വായിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. I was reading one biography of കോറി ടെൻ ബൂം എന്ന് പറയുന്ന ദൈവഭക്തയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായി. I was reading about Corrie ten Boom. അവര് ജർമ്മനിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു കൊച്ചു രാജ്യം ഹോളണ്ടിലാണ്, ഡച്ച് ആ രാജ്യത്താണ്. She was living in Holland. അവിടെ ജീവിക്കുമ്പോൾ ഈ ജർമ്മനി കഴിഞ്ഞ ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അതിനോടടുത്ത് ഈ ഹോളണ്ടിനെയും കീഴ്പ്പെടുത്തി. During the Second World War, Germany captured Holland. അവിടെ ഈ ഹോളണ്ടില് ഈ കോറി ടെൻ ബൂമും അവളുടെ സഹോദരി ബെറ്റ്സിയും പിതാവും ഒക്കെ ഒരു വാച്ച് കട നടത്തുകയായിരുന്നു. This Corrie ten Boom and her sister Betsy and her father was having a shop which was repairing the watches. ഈ വാച്ച് കട നടത്തുമ്പോൾ അവർ നല്ല ക്രിസ്ത്യാനികളുമായിരുന്നു. They were good Christians also. കോറി ടെൻ ബൂം ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രക്ഷകയായി സ്വീകരിച്ചതാണ്. Corrie ten Boom accepted Jesus in her younger age. ബെറ്റ്സി അതിനേക്കാളും ഇളയ സഹോദരിയാണ് ബെറ്റ്സി, പക്ഷെ അവൾ അതിനേക്കാളും
കർത്താവുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. Betsy was a younger sister of Corrie ten Boom, but she had a closer relationship with Jesus. പിതാവും ആത്മീയ കാര്യങ്ങളിൽ വളരെ തൽപരനും ആയ അങ്ങനെ ഒരു നല്ല ക്രിസ്തീയ കുടുംബം. So their father also was very interested in the spiritual things. അപ്പോ ഹിറ്റ്ലർ, ഈ ജർമ്മനിയിലെ ഹിറ്റ്ലർ ഈ ഹോളണ്ടിനെ കൂടെ കീഴടക്കി കഴിഞ്ഞപ്പോ യഹൂദന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലാനായിട്ട് തുടങ്ങി. When Germany captured Holland, they started killing all the Jews. ആ സമയത്ത് ഇവര് അവരുടെ വീട്ടിൽ തന്നെ ചില യഹൂദർക്ക് അവരെ അഭയം കൊടുക്കുന്നു. So these Corrie ten Boom and all, they started hiding some Jews inside their house. അവരെ അവിടെ താമസിപ്പിക്കുന്നു, വെളിയിൽ ആരും അറിയാതെ അവരുടെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ നോക്കുന്നു. Without anybody else knowing, they used to take care of their food and give them shelter in their house. നാസികളുടെയും ഹിറ്റ്ലറുടെയും ഒക്കെ കയ്യിൽ ഇവർ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുന്നു. Yeah, they protected them from this Nazi. സത്യത്തില് ഒരു ക്രിസ്തീയ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യഹൂദന്മാരെ ചിലരെ അവരുടെ വീട്ടില് അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. So as a expression of Christian love, they started giving shelter to these Jews in their house. അങ്ങനെ പക്ഷെ മുന്നോട്ട് പോകുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ നാസികള് ഇതറിഞ്ഞു, ഹിറ്റ്ലറിന്റെ പോലീസ് ഇവരെ പിടികൂടി. So after some time, this Nazi, they understood that there are some people hiding in their house, and they came and captured them. വലിയ പീഡനത്തിലൂടെ കോറി ടെൻ ബൂം They കടന്നു. went through difficult persecutions. അവരെ അവരുടെ ആത്മകഥയും അനുഭവങ്ങളും വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. Yeah, I've read their biography recently. ഈ പിതാവ് ഈ നിലയില് അറസ്റ്റിലായി കഴിഞ്ഞ അധിക നാളിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ മരിച്ചുപോയി. The father, after he got arrested, he died very soon. ബെറ്റ്സിയും ഈ കോറി ടെൻ ബൂമും വളരെ പീഡനങ്ങളിലൂടെ കടന്നുപോയി. This Betsy and this Corrie ten Boom went through many persecutions. ആ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പം ഇവരെ പോലീസിന് ഉറ്റുകൊടുത്ത, ഇവര് സഹായിച്ചിരുന്ന ചില ആളുകളാണ് എന്ന് ഇവർ മനസ്സിലാക്കി. They understood that somebody who has told this police that these people hiding Jews in the house were very close to them. അവരെ കുറിച്ച് ആലോചിക്കുമ്പം എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ. Yeah, when they think about them, why they did like that. പതുക്കെ അവരെ കുറിച്ചൊരു കയ്പും അവരെ കുറിച്ചൊരു പകയും ഒക്കെ കോറി ടെൻ ബൂമിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതുക്കെ കടന്നു വരുന്നത് പോലെ തോന്നി. Slowly bitterness started coming in Corrie ten Boom's heart. അവളത് തന്റെ സഹോദരിയോട് പങ്കിട്ടു. She shared it with her sister. ബെറ്റ്സി പറഞ്ഞു, ഒരിക്കലും നമ്മള് അവർക്കെതിരെ അങ്ങനെ പകയും കയ്പും വെച്ചുകൊണ്ടിരിക്കരുത്. So Betsy told her, we should not have bitterness against them. നമ്മൾ അവരോട് ക്ഷമിക്കണം. We should forgive them. നമുക്ക് അപ്പോ കോറി ടെൻ ബൂമിന് ബെറ്റ്സിക്ക് ക്ഷമിക്കാൻ താരതമ്യേന കുറച്ചുകൂടെ എളുപ്പമാണ്. Betsy could forgive them more easily. എന്നാൽ കോറി ടെൻ ബൂം പറഞ്ഞു, എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. Corrie ten Boom didn't feel to forgive them. അപ്പൊ ബെറ്റ്സി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ക്ഷമിക്കാനുള്ള കഴിവിനായിട്ടും കർത്താവിനോട് ചോദിക്കുക. So Betsy told Corrie ten Boom, ask God to give you the grace to forgive them. അതൊരു വഴിയാണല്ലോ എന്ന് കോറി ടെൻ ബൂം. So Corrie ten Boom understood that that's a way. എനിക്ക് അവരെ പകയ്ക്കാതെയും അവരോട് ദേഷ്യപ്പെടാതെയും അവരോട് കയ്പ് പുലർത്താതെയും ഇരിക്കാം. I can be there without having bitterness against them. പക്ഷേ എന്റെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ ഒക്കുകയില്ല. But I cannot do with my strength or my ability. ഞാൻ അതിന് കർത്താവിന്റെ ശക്തി ചോദിക്കാൻ പോവുകയാണ്. I'm going to ask God for the strength. അവള് കർത്താവിനോട്, കർത്താവേ, അവരോട് പകയും കയ്പും ഇല്ലാതിരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. So she started praying to the Lord, God help me not to have bitterness against those people. അത്ഭുതകരമെന്ന് പറയട്ടെ, കോറി ടെൻ ബൂമിന്റെ ഹൃദയത്തിൽ അവരോടൊക്കെ ഉണ്ടായിരുന്ന ആ നേരിയ ആ കയ്പ് പോലും കർത്താവ് അതൊരു പകയായി മാറാതെ കർത്താവ് എടുത്തു മാറ്റി. So it's a miracle that God took away that bitterness which was there in her heart. അവരെ സ്നേഹിക്കാൻ കർത്താവ് അവൾക്ക് കൃപ കൊടുത്തു. God gave her grace to love them. ഈ ബെറ്റ്സി പിന്നീട് തടവിൽ തന്നെ വെച്ച് മരിച്ചുപോയി. Betsy, after some time, she died in that prison. കോറി ടെൻ ബൂമാണ് പിന്നീട് ഒടുവില് ഹിറ്റ്ലർ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ രാജ്യം സ്വതന്ത്രമായപ്പോ അവള് സാധാരണ ജീവിതത്തിലേക്ക് വന്നു. After the country got freedom, she came back to the normal life. തന്റെ അനുഭവങ്ങൾ എഴുതിയ കൂട്ടത്തിലാണ് ഈ കാര്യം പറയുന്നത്. When she wrote this biography, she wrote this story. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു തെറ്റുണ്ടായി കഴിഞ്ഞിട്ട് അത് ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കുക മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്. When God does not just forgive our sins, ഈ തെറ്റുണ്ടാകാതെ നമ്മെ സൂക്ഷിക്കാനും കർത്താവിന് കഴിയും. God can help us not to commit the sin.
നമുക്ക് നമ്മളോട് കുറ്റം കാണിച്ച ആളുകളെ പകയ്ക്കാതെയും അവരോട് കയ്പില്ലാതെയും ഇരിക്കാനുള്ള ശക്തി ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. We can ask God to give us strength so we don't have bitterness against other people. നമുക്ക് അവരെ ഹൃദയത്തിൽ നിന്ന് വെറുതെ വിടാൻ കഴിയും. We can set them free from our heart. ഓ നോക്കുക, അങ്ങനെയുള്ള ശക്തി തരാനും കർത്താവിന് കഴിയും. God can give strength to do that. അല്ലാതെ പാപത്തിൽ വീണിട്ട് അതിൽ നിന്ന് നമുക്ക് ആ നിലയില് ക്ഷമ തരിക മാത്രമല്ല കർത്താവ് ചെയ്യുക. God not just forgive us after we sinning. നമുക്ക് ഉയരത്തില് ആ നിലയില് ദൈവം ആഗ്രഹിക്കുന്ന നിലയില് ഈ ആളുകളോട് നല്ല നിലയിൽ പെരുമാറാൻ ഉള്ള ശക്തിയും ദൈവം തരും. God can give us strength to behave properly to other people who has harmed us. നമ്മൾ സ്നാനത്തെ കുറിച്ച് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. We started thinking about baptism. സ്നാനപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ആളിനെ വെള്ളത്തിനടിയിലേക്ക് മുക്കുക മാത്രമല്ല ചെയ്യുന്നത്. When we do baptism, we don't just dip the person in the water. മുക്കി അങ്ങ് വെച്ചോണ്ടിരിക്കുകയല്ല. We don't keep them dipping in the water. ആ മുക്കിയ ആള് തന്നെ വെള്ളത്തിന് മുകളിലേക്ക് ഒരു സെക്കൻഡിനകം പുറത്തേക്ക് കൊണ്ടുവരും. We lift them up after the water. പ്രിയപ്പെട്ടവരെ, നോക്കുക, നമ്മുടെ ജീവിതത്തില് ആ നിലയില് ഈ സ്നാനത്തെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ഏകീഭാവമാണ്. Baptism is said that it is compared to the Jesus death and resurrection. അപ്പോ നമുക്ക് പാപം സംഭവിച്ചാൽ അത് കർത്താവ് ക്ഷമിക്കും. If we commit some sin, then God will forgive us if we confess. ഈ വെള്ളത്തിന് മുകളിൽ പുനരുത്ഥാന ശക്തിയോടെ നിൽക്കാനും കർത്താവ് നമ്മളെ സഹായിക്കും. God will allow us to stand on top of the water with the resurrection power. ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നത്. Let me conclude. I am just telling two things. 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയവരെ പോലെ തന്നെ നമ്മളെ കാണണം. We should see as if we have been forgiven 500 denarii. അത് ഇളച്ചു കിട്ടിയെന്നും കർത്താവ് ക്ഷമിച്ചെന്നും നമ്മൾ കാണണം. We should see that God has forgiven that sins. അതിന്റെ നന്ദിയും സ്നേഹവും നമുക്ക് വർദ്ധിച്ചു വരണം. The love and thankfulness should increase in our life. അതുപോലെ തന്നെ നമ്മൾ പാപത്തിൽ വീഴാതെ നമ്മളെ കാക്കാനും കർത്താവ് പ്രാപ്തനാണ്. Also like that, God can keep us from falling. ഫിലിപ്പിയർ 2:13 നമുക്ക് പരിചിതമായ വാക്യമാണ്. Philippians 2:13 is a familiar verse. ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നതും രണ്ടും കർത്താവ് ചെയ്തോളും. God will help us to desire and to do the will. നോക്കുക, പാപം സംഭവിക്കാതെ ഒരു വിജയകരമായ ജീവിതത്തിനുള്ള ഇച്ഛയും ദൈവം തന്നെ തരും. God will give us both will and work in us for His good pleasure. പാപത്തിൽ വീണ ശേഷം അത് ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിൽ വീഴാതെ ജയകരമായ ജീവിതത്തിനുള്ള ഒരു ഇച്ഛയും അതിനുള്ള പ്രവർത്തിക്കാനുള്ള ശക്തിയും കർത്താവ് തന്നെ തരും. God will give us a will and strength to not to fall in sin. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ആ നിലയിലെ വിജയകരമായ ഒരു ജീവിതം നയിക്കുന്ന പ്രായമുള്ള ഒരാളോട് ചോദിക്കുക, If we ask somebody who is living an overcoming life, ഇതൊക്കെയാണെങ്കിലും ഇത്രയും വർഷം നിങ്ങൾ വിജയകരമായ ഒരു ജീവിതം നയിച്ചല്ലോ, നിങ്ങൾ ഒരു വലിയ ഒരാളാണ് എന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കുക. You have to go and say to him, okay, you have been living an overcoming life, you are a great person. അദ്ദേഹം പെട്ടെന്ന് തന്നെ പൗലോസിനെ പോലെ ഇങ്ങനെ പറയും. But that person also will tell like that. അയ്യോ, ഒന്നുമല്ല, എന്നെ കർത്താവ് നിലനിർത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിനാണ്. It is not by my strength, it is God who's kept me from falling. All glory belongs to the Lord. പ്രിയപ്പെട്ടവരെ, അപ്പൊ കർത്താവിന് ആ നിലയിൽ പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിൽ വീഴാതെ നമ്മളെ കാക്കാനും കഴിയും. God can protect us from falling in sin. ഈ നിലയിലുള്ള കർത്താവിനെ കാണുമ്പോൾ അതും നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരും. When we see that, the love for the Lord will increase. കർത്താവിനെ ആ നിലയിൽ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. May God help us to love the Lord in more deeply. അങ്ങനെ ആഴത്തിൽ സ്നേഹിച്ചാൽ എന്താ പ്രയോജനം? If we start loving the Lord more, what is the benefit? ആ സ്നേഹം കൽപ്പനകളെല്ലാം അനുസരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. That love will help us to obey all His commandments. ഈ സ്നേഹം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. We should protect this love. വെളിപ്പാട് പുസ്തകം 2:4 നമ്മൾ ആ നിലയില് എഫേസോസിലെ സഭയോട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. Revelation chapter 2, we see that God speaking to the church of Ephesus. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. They left the first love. അപ്പോ ഈ സ്നേഹം ഒരിക്കലുണ്ടെങ്കിൽ അത് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും നമ്മൾ ജാഗരൂകരായിരിക്കും. So there's a chance that we can leave this love after some time.
അപ്പോൾ ഇന്ന് സ്നാനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളോടെല്ലാം ഉള്ള നിലയിലും എന്നോടെന്നുള്ള നിലയിലും ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. Let me remind all those who are in the church and those who are getting baptized. നമ്മുടെ മുമ്പിലുള്ള നാളുകൾ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന നാളുകളാകട്ടെ. Our life on this earth, our love towards the Lord should increase. അങ്ങനെ വർദ്ധിക്കുന്ന സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് ജാഗ്രത ഉണ്ടാവും. We should be careful that we don't lose that love. കർത്താവ് ഒന്നാമത് നമ്മെ സ്നേഹിച്ചു. God loved us first. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതിസ്പന്ദനം എന്നുള്ള നിലയിലാണ്, അതിനോടുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള നിലയിലാണ് സത്യത്തിൽ നമുക്ക് കർത്താവിനെ As a response to God's love, we love Him. ആ സ്നേഹം വർദ്ധിക്കാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. We told two things that to increase the love in us. കർത്താവ് നമ്മുടെ തെറ്റുകളെ എങ്ങനെ ദൈവം കാണുന്നു, അതിന്റെ വലിപ്പം കാണുക. See how God take the sin seriously. ആ വലിയ പാപം ദൈവം ക്ഷമിച്ചു തന്നു എന്ന് കാണുക. See that God has forgiven that big sin. കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. Who has been forgiven more will forgive, love more. അതുപോലെ തന്നെ പാപത്തിൽ വീഴാതെ നമ്മളെ കാക്കാനും അവിടുന്ന് പ്രാപ്തനാണ്. Also God can keep us from falling into sin. കർത്താവിനോട് ചോദിച്ചാൽ മതി. We should ask God for strength. നമുക്കറിയാമല്ലോ, ഇന്ന രംഗത്തോട്ട് പോയാൽ അത് ഇന്ന പ്രശ്നം ഉണ്ടായേക്കാം. In some situation we know if we go that way we may fall. കർത്താവിനോട് മുൻകൂർ ചോദിക്കുക. Ask God for His grace. അതിൽ വീഴാതെ കർത്താവ് സൂക്ഷിക്കും. God will protect us from falling in. അതും നമുക്ക് അവനോടുള്ള സ്നേഹം That also will increase the love towards the God. സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന നാളുകളാകട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. Yeah, let our days be where we increase in love towards God. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മുന്നോട്ടൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ. May God give us such a blessed life. ആമേൻ. Amen.